ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു പ്ലാന്റാണ് അഗ്ലോണിമ. അഗ്ലോണിമ ഒരുവിധം പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ഒരു ഇൻഡോർ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക്, അതായത് നമുക്കൊരു പ്ലാന്റിനെ കുറിച്ച്, ഇൻഡോറായിട്ടൊരു പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊക്കെ വരുന്ന ഓർമ്മ അഗ്ലോണിമയാണ് അല്ലേ. അത്രയ്ക്കും ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ. പക്ഷേങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റേതായ രീതിക്ക് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസിയാണ് അത് വളർത്തിയെടുക്കാനായിട്ട്. അഗ്ലോണിമ ചെറിയ വില തൊട്ട് ഒരു 70 രൂപ തൊട്ട് സീഡ് ചെറിയ തൈകൾ 70 രൂപ തൊട്ട് വലിയ വലിയ വിലയ്ക്കുള്ള ചെടികൾ വരെ ഉണ്ട്. 1000 രൂപയുടെ തൈകൾ വരെ ഉണ്ട്. പക്ഷേ എൻ്റെ വളരെ ചെറിയൊരു കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയായ രീതിയിൽ പോട്ട് ചെയ്യാത്തത് കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോട്ടിംഗ് മെത്തേഡ്, ഈ ഒരു പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ച് നമ്മൾ അഗ്ലോണിമ ചെടിയെ റീപോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നശിക്കത്തില്ല. സാധാരണ ഒരു 1.5 വർഷമൊക്കെ നല്ലോണമൊക്കെ എൻ്റെ ചെടികൾ ഉഷാറായിട്ട് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചുവടിൽ നിന്ന് വേര് ചീഞ്ഞ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് നശിച്ചു പോകും. അപ്പം നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്, ഓവർ കെയറും ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ആ ഒരു പ്രശ്നം നമ്മുടെ ചെടിക്ക് ഒരിക്കലും വരാതിരിക്കാൻ എന്ത് പ്രതിവിധിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ നമ്മളതിനെ പോട്ടി മിക്സ് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ളൊരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വസ്തുവാണ്. ഇത് ഉമി എന്ന് വെച്ചാൽ നമ്മൾ നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന സാധനമാണേ. അത് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പകുതി കറുപ്പിച്ചെടുത്തിട്ടുണ്ട്, പകുതി കരിയും പകുതി അതിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറിലാണ് എടുത്തിരിക്കുന്നത്. അതൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പം നമ്മുടെ ഉമിയുടെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ ഇതിൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിച്ചാണ് സാധാരണ എല്ലായ്പ്പോഴും നമ്മൾ അഗ്ലോണിമ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴാണ് ഈ വെള്ളം അതിൻ്റെ അകത്ത് തങ്ങി നിന്നിട്ട് അസുഖങ്ങൾ വരികയും കേടാവുകയും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഉമിക്കാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഈ പുറം രാജ്യങ്ങളിലൊക്കെ അവർ അഗ്ലോണിമ നടുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ട്രീറ്റ് ചെയ്ത്, അതായത് പകുതി കരിച്ചെടുത്ത ഈ ഉമി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഞാനൊരു 40% പോട്ടി മിക്സിൻ്റെ 40% അളവിന് ഉമി എടുക്കുകയാണ്. ഇനി അതിലേക്ക് ഉമിയുടെ പകുതി അളവിന് മാത്രം ഞാൻ വെർമി കമ്പോസ്റ്റ് എടുക്കുകയാണ്. വെർമി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. വെർമി കമ്പോസ്റ്റ് നല്ലൊരു വളമാണ്. നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള ഒരുവിധപ്പെട്ട എല്ലാ പോഷക മൂല്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉമിയുടെ പകുതി അളവിൽ കുറച്ച് മാത്രമേ വെർമി കമ്പോസ്റ്റ് എടുക്കാവൂ. ഇനി നമ്മൾ മണലെടുക്കുകയാണ്. മണലും അതുപോലെ തന്നെ ഒരു പകുതി അളവിന്, വെർമി കമ്പോസ്റ്റിൻ്റെ അതേ അളവിന് മണലെടുക്കുകയാണ് ഞാൻ. ചകിരിച്ചോറ് എടുക്കുന്നില്ല. ചകിരിച്ചോറ് എടുക്കുമ്പോഴാണ് നമ്മുടെ ചെടിക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ഗാർഡൻ സോയിലാണ് ഞാൻ എടുക്കുന്നത്. ഗാർഡൻ സോയിൽ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, മണലിനേക്കാളും കുറച്ച് എടുക്കുന്നുള്ളൂ. ഈ ഗാർഡൻ സോയിൽ നമ്മൾ കുറച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ചട്ടിക്ക് വളരെ ഭാരം കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണോളം നമ്മുടെ ഡോളോമൈറ്റ് ചേർക്കുന്നുണ്ട്. ഈ മണ്ണിൽ ഫലഭൂഷ്ഠത ഒന്നും കൂടി മെച്ചപ്പെടുത്തുന്നതിനും മണ്ണിൻ്റെ അസിഡിറ്റിയൊക്കെ ഒന്ന് മാറ്റുന്നതിനും വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഡോളോമൈറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്നത്, ബാസാക്കോട്ട് എന്ന് പറയും. ഇതിന് ഏകദേശം 250 ഗ്രാമിന് 500 രൂപയാണ് വില. നമ്മുടെ അടുത്തുള്ള ഒട്ടുമിക്ക ഷോപ്പുകളിലും പിന്നീട് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനൊരു നഴ്സറി ഷോപ്പിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് ബാസാക്കോട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്ലോ റിലീസിങ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. ഏകദേശം 6 മാസത്തോളം ഇത് നമ്മുടെ ചെടിയുടെ ചട്ടിയിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് കിടന്ന് വളരെ പതുക്കെ മാത്രമേ ഇതിൽ നിന്ന് ചെടിയിലോട്ട് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് വളരെ കുറച്ച് നമ്മൾ ഇട്ടാൽ മതി. നമ്മൾ ഇത്രയും കൂടിയ വിലയ്ക്ക് ഒരു അഗ്ലോണിമ പ്ലാന്റൊക്കെ മേടിച്ചിട്ട് നമ്മൾ പല ചാനലുകളിലും കാണുന്നുണ്ട്, യൂട്യൂബ് ചാനലുകളിലും കാണുന്നുണ്ട്, കരിയിലയിൽ നടാം, അങ്ങനെ നടാം, ഇങ്ങനെ നടാം എന്നൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും കൂടിയ ചെടി മേടിച്ച് അങ്ങനെ നടേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് റിസ്ക് ആയിരിക്കും. പ്രത്യേകിച്ച് അഗ്ലോണിമാസ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ കരിയിലയിലൊക്കെ നടുന്നത് നല്ലതൊരു സജഷനായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പം ഞാനിത് ഇങ്ങനെയാണ് പണ്ട് ഞാൻ നടുമ്പോഴത്തേക്ക് കരിയിലയും ചകിരിച്ചോറും ഓൺലൈനിൽ കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന എല്ലാ സംഭവങ്ങളൊക്കെ ചേർത്തൊക്കെ തന്നെയാണ് നട്ടുകൊണ്ടിരുന്നത്.
അപ്പോഴെനിക്ക് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെടി അപ്പാടെ നശിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോഴും എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്താണ് എനിക്കിതൊന്ന് സജസ്റ്റ് ചെയ്തത്. ഇത് ചേർത്ത് ഞാൻ നട്ട് അതിനുശേഷം ഈ ഒരു മെത്തേഡ് നട്ടതിന് ശേഷം വളരെ സക്സസ് ആയിട്ട് പെട്ടെന്ന് തന്നെ പുതിയ തൈകളൊക്കെ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒത്തിരി ചേർക്കുകയാണ്. ഇതൊരു 5-6 ചെടിക്കുള്ള പൊട്ടി മിക്സ് ഉണ്ട്. അതിലേക്ക് ഇത് ഞാൻ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു മൈൻഡിലുള്ളൊരു കണക്കിന് ചേർത്താൽ മതിയാവും. ഇത് നിങ്ങൾക്കൊരു പക്ഷെ അറിയുമായിരിക്കും, വെർമിക്കുലേറ്റ് എന്ന് പറയും. വെർമിക്കുലേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലാവ ഉണ്ടല്ലോ, ലാവ ഇതായിട്ട് ഫ്രീസ് ആയതിനു ശേഷം അതിൻ്റെ ആ ഒരു സംഭവം ഇങ്ങനെ പൊടിച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ് വെർമിക്കുലേറ്റ് എന്ന് പറയുന്നത്. ഇത് മണ്ണിൽ വെള്ളം തങ്ങി നിൽക്കാണ്ട് അബ്സോർവ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റിന് വേരോടാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് വെർമിക്കുലേറ്റ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ നട്ടുമ്പോൾ ചിലപ്പോൾ ഇടാറുണ്ട്, ചിലപ്പോൾ ഇടാറില്ല. അത് ഉണ്ടെങ്കിൽ മതിയാവും. പിന്നെ ഇതെന്ന് പറയുന്നത് പെർലൈറ്റ് ഇതുപോലെ തന്നെയാണ്. ഈ നമ്മുടെ ലാവയിൽ നിന്ന് വരുന്ന ഫ്രീസ് ചെയ്ത ആ സാധനം പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ തെർമോക്കോളിനെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് പെർലൈറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർത്ത് ഞാൻ നമ്മുടെ പോട്ടി മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പോട്ടി മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ ഒരു പോട്ടി മിക്സിൽ, ഞാനിപ്പം തയ്യാറാക്കിയ ഒരു പോട്ടി മിക്സിൽ നേരത്തെ നട്ട് വെച്ചൊരു പ്ലാന്റാണ്. ഇപ്പം അതിനുശേഷം അതിന് ഒരു മദർ പ്ലാന്റാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിന് കുറച്ച് ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി നിൽക്കുവാണ്. അപ്പോൾ ഞാനതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഞാൻ അഡാപ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സാഫിട്ട് വെള്ളത്തിൽ കലക്കിയ സൊല്യൂഷനിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ മുക്കി വയ്ക്കണം. മുക്കി വെച്ചതിന് ശേഷം മാത്രമേ നട്ട് കൊടുക്കാവൂ. അപ്പോൾ നമ്മുടെ ചെടിക്ക് വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ചെടിയിലെ വേരിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് ഈ ഒരു വെള്ളത്തിൽ, സാഫിട്ട് മുക്കിയ ഒരു വെള്ളത്തിൽ നമ്മൾ ചെടിയെ വേര് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു പോട്ടാണ് ഞാൻ നമ്മുടെ അഗ്ലോണിമയെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നു പോകാനായിട്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മുടെ പൊട്ടിയ ഓടിൻ കഷ്ണങ്ങളെടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്ന വെള്ളം ഇത് ഈസി ആയിട്ട് കട്ട പിടിക്കാണ്ട് ഇങ്ങനെ ഊർന്നു പോകാനായിട്ടാണ് ഇങ്ങനെ ഓടിൻ കഷ്ണങ്ങൾ. അത് മാത്രമല്ല, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മണ്ണും പോവരുതല്ലോ, വെള്ളം മാത്രമല്ലേ പോവാവൂ. അതും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിൻ കഷ്ണങ്ങൾ പെറുക്കി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഒരു 1/4 ഭാഗത്തോളം പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഒരു പ്ലാന്റ് ഞാൻ ഇതിലേക്ക് എടുത്ത് വയ്ക്കുവാണേ. വേര് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, എന്നാലും പൊട്ടിക്കാതിരുത്താൽ അത്രയും നല്ല കാര്യം. ഇനി എടുത്ത് വയ്ക്കുകയാണ്. വെച്ചിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് നട്ടിട്ടുണ്ട്. നടുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മുടെ പ്ലാന്റിൻ്റെ ഏതറ്റം വരെയാണോ നേരത്തെ ഇരുന്ന പോട്ടിൽ മണ്ണുണ്ടായിരുന്നത് അതുവരെ മാത്രമേ നമ്മൾ ഇടാവൂ. ചില സമയത്ത് നമുക്കറിവില്ലാതെയൊക്കെ നമ്മളൊരു ഒഴിച്ചുകൂടെ മണ്ണ് നിറച്ചിട്ട് കൊടുക്കാൻ, നന്നായിട്ട് വളരട്ടെ എന്ന്. അങ്ങനെ ചെയ്യരുത്, അത് നമ്മുടെ ചെടിക്ക് കേട് സംഭവിക്കുന്നതിന് സാധ്യതയുണ്ടാക്കും. അപ്പോൾ ഈ നട്ട ഉടനെ നമ്മൾ എന്താ വേണം, നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് വെള്ളം ഒഴിക്കണം എന്ന് വെച്ചാൽ ഈ പോട്ടിംഗ് മിക്സ് നന്നായിട്ട് നനയുന്ന രീതിയിൽ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വെള്ളം ഒഴിപ്പ് നനയങ്ങ് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു 7 ദിവസത്തേക്ക്, ഒരു 5-7 ദിവസത്തേക്ക് നനയ്ക്കേ വേണ്ട, ചെടിയെ തണലുള്ളൊരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കണം. പിന്നീട് നമ്മളെ പ്ലാന്റ് ഈ ഫുള്ള് ഇൻഡോർ വയ്ക്കണമെങ്കിൽ തന്നെയും ഫുൾ ടൈം ഇൻഡോർ വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ സൺലൈറ്റ് ചെടിക്ക് ലഭിക്കുന്ന വിധത്തിലുള്ളൊരു സ്പേസിലായിരിക്കണം വയ്ക്കാനുള്ളത്. അല്ലെങ്കിൽ ചെടിയുടെ കറക്റ്റ് കളർ അതിന് കിട്ടാതെ അത് മങ്ങിപ്പോകുന്നതിനൊരു സാധ്യത ഉണ്ടാവും.
ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അകത്തൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ രാവിലത്തെ സൺലൈറ്റൊക്കെ ഈ നമ്മുടെ സിറ്റൗട്ടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഷെയ്ഡിൻ്റെ ചുവട്ടിലോ ഒക്കെ കൊണ്ട് വെച്ചിട്ട് എവിടെയെങ്കിലും മരത്തണലിലോ ഒക്കെ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറത്തെ സൺലൈറ്റെങ്കിലും കൊള്ളിക്കാനായിട്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണം. എന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുള്ള സമയത്ത് മുറ്റത്തെടുത്ത് വെക്കുകയൊന്നും ചെയ്യരുത്. കരിഞ്ഞു പോകും, ചെടിയുടെ ഇല അപ്പാടെ കരിഞ്ഞു പോകും. ഇതൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇലകളിലും കൂടെ ഒന്ന് പ്രത്യേകിച്ച് വെള്ളം സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇലകളെല്ലാം വളരെ ഫ്രഷ് ആയിട്ടിരിക്കത്തുള്ളൂ. പ്ലാന്റ്സ് ഒരുമിച്ച് വേറൊരു ചട്ടിയിൽ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊട്ടി മിക്സല്ല, ഈ ഒരു പൊട്ടി മിക്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോയില്ല, ഇങ്ങനെ ഒരുമിച്ച് തന്നെ വെച്ച്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്ലേ ബാൾസ് ഇട്ട് കൊടുക്കാം. ക്ലേ ബാൾസ് നമ്മുടെ ചട്ടിയിൽ അധികമായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ചട്ടിയിൽ ഒരു ഈർപ്പം നിലനിർത്തുന്നതിനും ഈ ക്ലേ ബാൾസ് സഹായിക്കുന്നതാണ്. അത് കുറച്ചിട്ട് കൊടുക്കാം. ക്ലേ ബാൾസ് ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതെല്ലാവരും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും വില കൂടിയ അഗ്ലോണിമ തൈകളൊക്കെ മേടിക്കുമ്പം ചകിരിച്ചോറിൽ നടുന്നത് മാക്സിമം ഒഴിവാക്കിയിട്ട് മണലും ഉമിയിലൊക്കെ ഇങ്ങനെ നട്ടു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% ഒരു നല്ലൊരു റിസൾട്ട്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനിയെങ്കിലും അഗ്ലോണിമ മേടിക്കുമ്പോൾ ഒരു അഗ്ലോണിമ ആയിക്കോട്ടെ, നിങ്ങളുടെ അഗ്ലോണിമയിൽ ഒരുപാട് ഷൂട്ട്സ് ഉണ്ടാവാനും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ ഞാൻ ഈ പറയുന്നൊരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ബാസാക്കോട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം 6 മാസത്തേക്ക് നമ്മൾ മറ്റുള്ള വളങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. ഈ പോട്ടി മിക്സിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിറാമീൽ വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതായിരുന്നു, അല്ലെങ്കിൽ ജൈവവളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതായിരുന്നു. ഞാൻ പക്ഷേ അതൊന്നും കൂടെ ചേർത്തിട്ടില്ല. ഒത്തിരി അധികം എല്ലാം കൂടെ ചേർക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പോട്ടി മിക്സിൻ്റെ ഏകദേശം 40% മുകളിൽ വറുത്ത ഉമി എന്ന് വെച്ചാൽ പകുതി കരിഞ്ഞ ഉമി, പിന്നീട് ഒരു 20% വെർമി കമ്പോസ്റ്റ്, 20% മണൽ, ഒരു 15% മാത്രമാണ് ഗാർഡൻ സോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിനെ നമ്മളൊരു 2 സ്പൂൺ ഡോളോമൈറ്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു അല്പം പെർലൈറ്റും അല്പം വെർമിക്കുലേറ്റും കൂടെ ഇതിനകത്ത് ഇനി ചേർത്തിട്ടുണ്ട്. ഈ പെർലൈറ്റും വെർമിക്കുലേറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തീർച്ചയായിട്ടും ബാസാക്കോട്ട് ഇച്ചിരി വിലയുള്ളതാണ്. അത് 250 ഗ്രാമിന് 500 രൂപയോളമാണ് വില. എന്നിരുന്നാലും നിങ്ങളൊരു 5 തരി 6 തരിയെങ്കിലും മിനിമം ഒരു പോട്ടിൽ ചേർക്കുകയാണെങ്കിൽ ഏകദേശം 6 മാസത്തേക്ക് നിങ്ങൾക്കൊരു വളവും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. നമ്മുടെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കും. നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ബാസാക്കോട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ് എപ്പോഴും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിന് വളരെ യൂസ്ഫുള്ളാണ്. പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒരാഴ്ച ഒരിക്കൽ വെള്ളം കൊടുത്താലും മതിയാവും. പക്ഷേ ഇലയിൽ ദിവസവും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ആ ചുവട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. പിന്നീട് നമ്മൾ നോക്കണം, ഈർപ്പം ഉണ്ടോ എന്ന് നോക്കാനൊരു എളുപ്പ വഴിയെന്ന് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ വിരൽ, നമ്മളെ ചൂണ്ട് വിരലുണ്ടല്ലോ, ആ 2ാമത്തെ വിരൽ ഇങ്ങനെ നമ്മുടെ പോട്ടിലൊന്ന് കുത്തി വെക്കണം. കുത്തി നോക്കുമ്പോഴത്തേക്ക് വിരൽ താഴ്ന്നു പോവുകയാണെങ്കിൽ ഈർപ്പമുണ്ട്, പ്ലാന്റിൽ ഓൾറെഡി ഈർപ്പമുണ്ട്. താഴ്ന്നു പോകുന്നില്ലെങ്കിൽ ഈർപ്പമില്ല എന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. നമുക്ക് ചെടിയോടുള്ള സ്നേഹം കൂടുതൽ കാരണം ഒരുപാട് ഓവർ വാട്ടറിങ് ചെയ്യരുത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നത്. പക്ഷേ എങ്കിൽ ഇങ്ങനെ നട്ടയിൽ എനിക്ക് വളരെ സക്സസ് ആയിട്ടുള്ളൊരു അനുഭവമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം മറക്കണ്ട, ഇനി മുതലെങ്കിലും അഗ്ലോണിമ നടുമ്പം ചകിരിച്ചോറ് ഒഴിവാക്കിയിട്ട് ഉമിയിൽ നടുക. ഉമിയിൽ നട്ടാൽ മാത്രം പോരാ, മണൽ ഉപയോഗിക്കുക ചകിരിച്ചോറിന് പകരം. പിന്നീട് ബാസാക്കോട്ട് കൂടെ ചേർത്ത് നട്ടു നോക്കൂ. അപ്പം വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്കെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട്, പ്ലാന്റിങ് വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് ഇനി വരുന്നതാണ്. അപ്പം അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.